ഇത്രയ്ക്ക് സ്വാർത്ഥയായിരുന്നു ഇവള്. അവൾ ആഗ്രഹിക്കുന്ന വ്യക്തി മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞതിന് ശേഷവും ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവള് ശരിക്കും പെൺവർഗത്തിൽ തന്നെ പിറന്നതാണോ? ഇത്രയും കാലം ആ നിഹാരികയുടെ ഓരോ ചുവടുകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഓരോ ശ്രമങ്ങളിലും ഞാൻ തിരിച്ചടിച്ചിരുന്നു. മെഡിക്കേഷന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംശയം എനിക്ക് ഇതുവരെ വന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇതിനൊരു അന്ത്യം ഞാൻ കാണുമായിരുന്നു. ഞാൻ എന്നേക്കുമായി ശ്രീകരേട്ടന്റെ ഒരു ബന്ധുവായി മാത്രം ഇവിടെ നിൽക്കാനും ശ്രീകരേട്ടന്റെ ഭാര്യയാണെന്ന കാര്യം അദ്ദേഹം അറിയാതിരിക്കാനും വേണ്ടി ചേട്ടന്റെ ആരോഗ്യാവസ്ഥയെ അവള് ചൂഷണം ചെയ്യ. അവളെ ഒരിക്കലും വെറുതെ വിടരുത്. നിഹാരികയിൽ നിന്നും എന്റെ ഏട്ടനെ എനിക്ക് സംരക്ഷിക്കണം. ഏട്ടന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. ഹലോ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നിങ്ങൾ ആരാണ്? എന്റെ പേര് ആവനി. വേദവതി അമ്മയുടെ അനന്തരവളാണ്. മെമ്മറി ലോസ് പേഷ്യന്റ് ശ്രീകരേട്ടന്റെ വീട്ടിൽ കണ്ടിരുന്നില്ലേ? ഓ, മോളാണോ? പറയൂ മോളെ. അല്ല, എന്താ ഈ സമയത്ത് വിളിച്ചേ? സോറി ഡോക്ടർ, അർജന്റ് ആയതുകൊണ്ട് കോൾ ചെയ്യേണ്ടി വന്നത്. അയ്യോ, അത് കുഴപ്പമില്ല, പറയൂ മോളെ. നേരം വെളുത്തിട്ടൊന്ന് വീട്ടിലേക്ക് വരാമോ? എന്തു പറ്റി? ശ്രീകരൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറഞ്ഞ മെഡിക്കേഷനിൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവില്ലല്ലോ. അത് പിന്നെ അത് ഡോക്ടർ. ഒരു പ്രശ്നമില്ല, പറഞ്ഞോളൂ മോളെ. എന്താ കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞ പുറത്ത് ആരോടും അത് പറയരുത്. ആരെങ്കിലും അറിഞ്ഞ ശ്രീകരേട്ടനത് ആപത്താ. പറഞ്ഞോ മോളെ. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നാ? ഇങ്ങനെയൊക്കെ കാര്യങ്ങള്. മൈ ഗോഡ്, ഇറ്റ്സ് വെരി ഹോറിബിൾ. അതുകൊണ്ട് നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ പറ്റൂ. എന്നിട്ട് ഞാൻ പറഞ്ഞതൊന്ന് ചെയ്യണം. ശരി മോളെ, നാളെ തന്നെ എത്തിക്കോളാം. താങ്ക് യു ഡോക്ടർ. എന്ന് ശരി. ശരി, ആയിക്കോട്ടെ. നിഹാരിക്ക് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് നീ കാണുന്നില്ലേ അമ്മ? ഈ വീടിന് ആവശ്യമുള്ള ജാതകം ഉണ്ടെങ്കിലും ആ ഗ്രാമത്തിലുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സ് നിഹാരിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വേദവതി അമ്മ ഈ കുടുംബത്തിലെ മരുമകളായിട്ട് കാലെടുത്ത് വെച്ചപ്പോ അവരുടെ ലക്ഷ്യം ഈ ഗ്രാമങ്ങളുടെ ക്ഷേമം മാത്രം. അതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ നിഹാരികയ്ക്ക് സ്വാർത്ഥതയാണ്. കല്യാണം കഴിഞ്ഞ ഒരാളെ സ്വന്തമാക്കാനാ ശ്രമിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ച ഈ പാതകങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? എന്തുകൊണ്ട് അവൾക്ക് ശിക്ഷ കൊടുക്കാത്ത? എന്തുകൊണ്ട് അവളെ കുറിച്ച് ആരെയും അറിയിക്കാത്തത്? നിഹാരികയെ കുറിച്ച് നാളെ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയണം. ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു കാണണമെന്നുള്ള ആഗ്രഹത്തോടെ പറയുന്നതല്ലല്ലോ. എന്റെ കുടുംബത്തെയും എന്റെ ഭർത്താവിനെയും രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. വളരെ ന്യായമായൊരു പ്രാർത്ഥന. ക്ഷമിക്കണേ അമ്മേ, എന്നോട് ക്ഷമിക്കണേ. ഡോക്ടർ ഇതുവരെ എത്തിയില്ലല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ ഡോക്ടർ? ഓർമ്മയുണ്ട് മോളെ. എല്ലാരും ഒന്ന് വിളിക്കോ? ശരി, നിങ്ങൾ വരൂ. ഓക്കെ. അമ്മേ, അച്ഛാ, ഏട്ടാ, ഏട്ടത്തി, ഏട്ടാ, ചേച്ചി, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വരൂ. ഫാക്ടറിയിൽ അലാറം അടിക്കുന്ന പോലെ ഉണ്ടല്ലോ. എല്ലാവരും പെട്ടെന്നൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ഇങ്ങനെ അലറാൻ ഇവിടെ ആരാ തീർന്നത്? ഡോക്ടർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ചതാ. നീ അതിന് വിളിച്ചതല്ലോ, എന്തോ പ്രളയം വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി അലറിയതല്ലേ?
നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇരുന്നോളൂ. ശ്രീകരനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. നീ വിതച്ച പാപങ്ങളെല്ലാം വിളഞ്ഞു നിഹാരിക. ഇനി ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാനാവില്ല. ശ്രീകർ, ഇതാ അങ്ങോട്ടിരുന്നോളൂ. നിങ്ങൾ വരുന്നതിന് മുമ്പ് വീട്ടിൽ അറിയിക്കാറുണ്ടായിരുന്നല്ലോ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട്? ഇന്ന് കുറച്ച് ഫ്രീ ആണ് മോളെ. എന്നാ ഇവിടുന്ന് വന്നിട്ട് പോകാന്ന് കരുതി. തിരക്കുള്ള ഒരു ഡോക്ടറ് നമ്മൾ വിളിക്കാതെ തന്നെ വരുന്നത് നല്ലൊരു കാര്യമല്ലേ നിഹാരിക? മെഡിസിൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെന്ന കാര്യം ഇപ്പൊ ഡോക്ടറെ കണ്ടെത്തി കഴിഞ്ഞാ എല്ലാം തീരുമാനമാകുമല്ലോ. ശ്രീകർ, ടാബ്ലറ്റ്സ് കൃത്യസമയത്ത് തന്നെ കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട് ഡോക്ടർ. നിഹാരിക അതൊന്നും മറക്കാറേയില്ല. ഒരു സെക്കൻഡ് നേരത്തെയോ ഒരു സെക്കൻഡ് വൈകുകയോ ചെയ്യാറേയില്ല. കറക്റ്റായിട്ട് ടാബ്ലറ്റ് തരും. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഓർമ്മയിൽ വരുന്നതായി തോന്നുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞ വിധത്തില് ഞാൻ ഈ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ശരിയായ രീതിയിൽ പെരുമാറുന്നത്. എനിക്കെന്റെ ബന്ധങ്ങളൊക്കെ തിരിച്ചറിയാനും പറ്റുന്നുണ്ട്. അവിടം വരെ ഓക്കെയാണ് ഡോക്ടർ. ബട്ട് നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ മറ്റൊരു കാര്യങ്ങളും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോ എന്റെ സംശയം ശരിയാണെന്ന് സാരം. എന്ത് ഡൗട്ടാ ഡോക്ടർ സാറേ? ശ്രീകറിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. സംശയങ്ങളോ? അതെന്തു പറ്റി? ശ്രീകറിന് ഞാൻ കൊടുത്ത മെഡിസിൻസ് കൃത്യമായി കഴിക്കുകയാണെങ്കിൽ ശ്രീകർ ഇങ്ങനെ ആയാൽ പോരാ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകേണ്ടതാണ്. എന്താ നിഹാരിക മെഡിസിൻസ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്നാണോ പറയുന്നേ? അതാണല്ലോ സത്യം. മെഡിസിൻ കൊടുക്കാനുള്ള ബാധ്യത നിഹാരിക ഏറ്റെടുത്തു. ബട്ട് നിഹാരിക കൃത്യമായിട്ട് മെഡിസിൻ കൊടുക്കുന്നില്ലെന്ന് ഇതിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമാകുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ കൊടുക്കാറുണ്ട് ഡോക്ടർ. കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രീകരൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണ്ടേ മോളെ? ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ടെന്ന് ശ്രീകരേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ. അത് നുണയാണ്. നുണയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞത്. നീ പറഞ്ഞെന്നോ? അതെ, ഞാനാ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത് മോളെ? അതിനെന്താ തെളിവ്? ചില കാര്യങ്ങളെ തെളിവുകളെക്കാളൊക്കെ മുമ്പ് സംശയങ്ങൾ ശക്തിപ്പെടുത്താറുണ്ടമ്മേ. അതെങ്ങനെ ശരിയാവും മോളെ? ഇതെന്താ ചെറിയ കാര്യമാണോ? തെളിവുണ്ടായാലല്ലേ പറ്റൂ. ഈ ആവനി എന്തോ നാടകം കളിക്കുക. വെറുതെ ഇരുന്നിട്ട് സമയം പോകുന്നുണ്ടാവില്ല. അതുകൊണ്ടാ എല്ലാവരും ഇങ്ങനെ വിളിച്ചു ചേർത്ത് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നേ. ഞാൻ അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്തവളല്ല ചേട്ടാ. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ആ കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ടാബ്ലറ്റ്സ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെന്ന് നീ എന്തിനാ പറഞ്ഞത്? നീ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്ന സമയവും കൃത്യമായിരിക്കും. കൊടുക്കുന്ന മെഡിസിൻസ് പക്ഷേ കൃത്യമല്ല. അത് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എന്റെ ചോദ്യം. നീ ശ്രീകരേട്ടനെ ചികിത്സിക്കുന്ന ഈ ഡോക്ടർ കൊടുത്തിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുത്തിട്ടില്ല. ജസ്റ്റ് വിറ്റമിൻ ടാബ്ലറ്റ്സാ കൊടുക്കുന്നേ. സത്യമല്ലേ അത്? അവനി, നീ പറഞ്ഞത് കളവാണ്. ഈ പറഞ്ഞതാണ് സത്യം. ശ്രീകരേട്ടന് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ വരാതിരിക്കാൻ വേണ്ടി മാത്രം നീ ചെയ്ത കാര്യങ്ങളേത്? ശ്രീകരന് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിഹാരികയ്ക്ക് എന്താ ലാഭം? അത് നിഹാരികയോട് ചോദിക്ക. അമ്മേ, ഈ ആവണി നമ്മൾ ആരും അറിയാതെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാരും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ശ്രീകരൻ നിഹാരിയെ കല്യാണം കഴിക്കുന്നു കരുതി അവള് പ്ലാൻ ചെയ്യുന്നതാണ് ഇതല്ല. അവള് പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോ അങ്ങനെയാ തോന്നുന്നേ. അനന്തരവളെന്ന് പറഞ്ഞ് തലേ കയറ്റി ഇരുത്തിയതല്ലേ? ഇപ്പൊ കണ്ടില്ലേ എന്താ അവളിപ്പോ ചെയ്യുന്നതെന്ന്? എന്താ അവനിത്? നീ പറയുന്നത് ചെറിയ ആരോപണമൊന്നുമല്ല. ഇത് ആരോപണമല്ല, അപമാനമല്ല, സത്യമാണ്. നിഹാരിക എല്ലാവരെയും വഞ്ചിച്ചോണ്ടിരിക്കുകയാണ് അച്ഛാ. ഏട്ടൻ ഇതുവരെ ശരിക്കുള്ള മരുന്ന് ഇവള് കൊടുത്തിട്ടില്ല. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഏട്ടൻ ഇതൊന്നും ഭേദാവില്ല. ശരിക്കും എന്താ ഈ സംഭവിക്കുന്നതൊക്കെ?
നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ശ്രീകർ, കൂൾ ഡൗൺ. എല്ലാവരും ഇങ്ങനെ അനാവശ്യമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും പോയി ആ മെഡിസിൻ എടുത്തോണ്ട് വരൂ, ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം. കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നീ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാതെ നിനക്ക് മറ്റൊരു വഴിയില്ല. പോയി കൊണ്ടുവാ. അത് നിങ്ങളും ഇപ്പോ എന്നെ സംശയിക്കുവാണോ അമ്മേ? സംശയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ആലോചിക്കുന്ന നിഹാരിക? നീ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അകത്ത് പോയി അത് എടുത്തോണ്ട് വാ. അവനിക്ക് ചെരുപ്പ് കൊണ്ട് മറുപടി കൊടുക്കുന്ന പോലെ അത് കൊണ്ടുവാ നിഹാരിക. നിഹാരിക എന്തിനാ ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? ഇനി അഥവാ ആവനി പറഞ്ഞ പോലെയാണോ കാര്യങ്ങള്? അല്ലെങ്കിൽ ആവനി എന്തിനാ ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്? ചെല്ലുമോളെ. എടുത്തിട്ട് വരാച്ച. നിൽക്ക്. അകത്തേക്ക് പോയാ പിന്നെ നിനക്ക് എന്തും ചെയ്യാൻ പറ്റും. ഞാൻ പോയി കൊണ്ടുവന്നോളാം. നീയും വലിയ മോശമൊന്നുമല്ല. അകത്തേക്ക് പോയി നീ ഒന്നും ചെയ്യാതിരിക്കോ? എന്നാ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കൊണ്ടുവാ. ആ പറഞ്ഞത് അതിന്റെ ശരി. വേഗം പോയിട്ട് വാ. ഞാൻ ഡോക്ടർ തന്ന മെഡിസിൻസ് തന്നെ കൊടുക്കുന്ന അവനി. എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്ക് നിന്നോട് ദേഷ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിലും ശ്രീകരേട്ടന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാ? ഈ അഭിനയൊന്നും എന്റെ മുന്നിൽ കാണിക്കണ്ട. എല്ലാവരുടെയും മുമ്പിലെത്തിയിട്ട് കാണിച്ചോ. വാ പോവാ. ഒന്ന് മനസ്സിലാക്ക അവനി. വാ അടച്ചെന്റെ കൂടെ വാ. അവനി, മരുമകൾക്കും അനന്തരവൾക്കും ഇടയിൽ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ ഈ വീടിനല്ലേ അതിന്റെ പേര് ദോഷം. ചെക്ക് ചെയ്തോളൂ ഡോക്ടർ. ഇതെല്ലാം ഞാൻ തന്നെ കൊടുത്ത മെഡിസിൻസ് ആണല്ലോ. അതെ, അന്ന് നിങ്ങൾ കൊടുത്ത മെഡിസിൻസ് ഇതാണ്. എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അവന് ഇതൊക്കെ? രാത്രി നീ എനിക്ക് ഫോൺ ചെയ്ത് നിഹാരിക ശ്രീകറിന് സ്ഥിരമായി കൊടുക്കുന്ന ടാബ്ലറ്റ്സിന് പകരം ജസ്റ്റ് വൈറ്റമിൻ ടാബ്ലറ്റ്സാ കൊടുക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നേ. ഇപ്പൊ ഇവരുടെ എല്ലാം മുന്നില് നാണം കെട്ടത് ഞാനാ. ഇനി ഇതുപോലെയൊന്നും ആവർത്തിക്കരുത്. ഇതൊക്കെ എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇത് കുട്ടിക്കളിയായിട്ട് കാണരുത്. പ്രസാദ് റാവു സാറേ,
മെഡിസിൻസിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. പക്ഷേ ഈ സമയത്തിനുള്ളിൽ ശ്രീകറിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇത് പിടിച്ചോളൂ. അമ്മേ, നിഹാരിക്ക് രക്ഷപ്പെടാൻ വേണ്ടി മെഡിസിൻസ് എല്ലാം മാറ്റിവെച്ചതാ. മിണ്ടരുത്. മെഡിസിൻസ് കൊണ്ടുവരാൻ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കാണോ പോയത്? നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ പോയേ? എന്നിട്ട് എന്താ നീ പറയുന്നേ? നിഹാരികയെ നാണം കെടുത്താൻ വേണ്ടി എന്തൊക്കെയാ അവള് പറയുന്നതെന്ന് കേട്ടില്ലേ? ഇങ്ങനെ ഒരുത്തെയാണോ വീട്ടിൽ നിർത്തിയത്? അനന്തരവളെന്ന് പറഞ്ഞിട്ട് അവസാനം അന്തകയാകാതിരുന്നാ മതി. ഈ പെണ്ണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് നല്ലതല്ലെന്ന് എത്രയോ നാളു മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഞാൻ പറയുന്നത് കേട്ടാലല്ലേ? ബോധമില്ലേ നിനക്ക്? അതല്ലമ്മേ, രാത്രിക്ക് രാത്രി നിഹാരിക മരുന്നുകളൊക്കെ മാറ്റിയതാ. ചി, വായടയ്ക്ക്. നിഹാരികയെ ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നിഹാരിക എന്റെ മരുമകളായിട്ട് വരുന്നത് നിനക്ക് ഇഷ്ടാവുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം തോന്നുന്ന എല്ലാ തവണയും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തിനാ മോളെ നീ? സ്വന്തം ബന്ധമല്ലേന്ന് കരുതി കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ വീട്ടുകാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നത്? ഏട്ടാ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക. എങ്ങനെ വിശ്വസിക്കാനാ അവനി? നീ ഇപ്പൊ ഈ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അറിയോ? കുറച്ചു നേരത്തേക്ക് എന്റെ അവസ്ഥ എന്തായിരുന്നു അറിയോ? മെന്റലി ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ പറഞ്ഞത് കേട്ട് നിഹാരികയെ സംശയിച്ചും പോയി. എന്റെ ഭാവി ഭാര്യ എന്നെ ചതിക്കുകയാണെന്ന് കരുതി തകർന്നു പോയി ഞാൻ. നീ ഇങ്ങനെ വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മള് കല്യാണം കഴിക്കുന്നത് അവനിക്ക് ഒട്ടും ഇഷ്ടമല്ല ശ്രീകരേട്ടാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ വികാസിനെയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്? പിന്നെന്തിനാ ഞങ്ങളോട് ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന്? സത്യമായിട്ടും ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? നിനക്കിതിൽ എന്ത് ലാഭമുള്ളത്? അനന്തരവളാണ് നീ. ആ ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. അവനിയോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ അവൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അവനിക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു മോളെ. ക്ഷമിക്കും മോളെ, നീ വിഷമിക്കല്ലേ. ഇനി ഈ വീട്ടിൽ ആവിന് നിന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു നല്ല കുട്ടിയാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ മെഡിസിന്റെ കാര്യത്തില് നീ നിഹാരികയ്ക്കെതിരായി അത്ര വലിയ ആരോപണം ഉന്നയിച്ചത് എനിക്കിഷ്ടമായില്ല. നീ എന്റെ അടുത്തുനിന്ന് എന്താ ആഗ്രഹിക്കുന്നത്? നിന്റെയും വികാസിന്റെയും കല്യാണം വരെ ഉറപ്പിച്ചു കഴിഞ്ഞതല്ലേ? കുറച്ചെങ്കിലും സംസ്കാരം കാണിക്കേ. ഈ വീട്ടിലെ അംഗമായിട്ട് നീ ഇങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല. നിനക്ക് ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. ഒരിക്കൽ കൂടെ നിഹാരികയുടെ കാര്യത്തില് ഇങ്ങനൊന്നും നടക്കാൻ പാടില്ല. എന്റെ ഭാര്യയാവാൻ പോകുന്നവളുടെ സങ്കടം അതെന്റെ കൂടെ സങ്കടമാണ്. സ്വന്തം വീട്ടിൽ നിന്നും കല്യാണത്തിന് മുൻപേ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന നിഹാരികയെ നമ്മൾ വളരെ നന്നായി നോക്കണ്ടേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നിന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന്
ഇത്തരം വാക്കുകള് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇതുകൊണ്ടാ പറയുന്നത്, സമയം നല്ലതാണെന്ന് കരുതി ഒന്നും ആലോചിക്കാതെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്ത് ചാടാൻ പാടില്ല എന്ന്. അങ്ങനെ എടുത്തു ചാടിയേ എന്ത് സംഭവിക്കും? ഇതാ ഇങ്ങനെ നിൽക്കേണ്ടി വരും. നൗ കമ്മിങ് ടു ദ പോയിന്റ്. മെഡിസിൻസ് വീണ്ടും എങ്ങനെയാ മാറി എന്നുള്ള കാര്യത്തില് നിനക്ക് ഒരുപാട് സംശയം ഉണ്ടല്ലേ? ചെറിയ ഒരു ഫ്ലാഷ് കട്ട് ആയാലോ?